സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും പിന്നീട് അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം അല്ലേ. അപ്പോൾ ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടുകയും പിന്നീട് അവൻ അതിനുശേഷം കിണറ്റിൽ നിന്ന് അവനെ പൊക്കിയെടുക്കുകയും അവൻ്റെ കരണം പുകച്ചുകൊണ്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്തും മൊഴിയെടുക്കാൻ കൊണ്ടുവന്ന സമയത്തുമൊക്കെ അവൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ നടുവിരൽ നമസ്കാരം ചെയ്യുകയും നടുവിരൽ കൊണ്ട് അവൻ്റെ മൂക്കിനകം ചൊറിയുകയൊക്കെ ചെയ്യുന്ന തന്തയ്ക്ക് പ്രക്കാഴിയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇതൊക്കെ കേരളത്തിൽ നടക്കും. അങ്ങ് യു പിയിലോ അങ്ങ് ബീഹാറിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇവൻ്റെ തല റോഡിൽ കിടന്ന് എഴഞ്ഞേനെ. അതേസമയം കേരളത്തിലാണെങ്കിലോ ഇവനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടില്ല, ഇവനെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. ഒരു സ്വന്തം മകനെ പോലെ, ഒരു ദത്ത് പുത്രനെ പോലെ കൊണ്ട് നടക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ആഭ്യന്തരം വൻ തോൽവിയാണ്. ആഭ്യന്തരം ഭരിക്കുന്നത് വാഴകളാണെന്ന് വീണ്ടും വീണ്ടും ഊന്നി ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ പറയുന്ന CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ പറയുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റത്തിൻ്റെ പിഴവാണെന്നാണ്. സിസ്റ്റത്തിൻ്റെ പിഴവെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും അല്ല കേട്ടോ. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റയർ സിസ്റ്റമാണ്. CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ എൻ്റയർ സിസ്റ്റത്തിൻ്റെ പിഴവാണ്. ആ സിസ്റ്റത്തിൻ്റെ അഡ്മിൻ ആരാണ്? നമ്മുടെ ആഭ്യന്തരമന്ത്രി. അതേപോലെ തന്നെ ഈ പറയുന്ന അവരെ അനുകൂലിക്കുന്ന അവരുടെ അനുഭാവികളായിട്ടുള്ള അവരുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അഡ്മിനും അതേപോലെ തന്നെ അതിൻ്റെ CPU, അതിൻ്റെ മൗസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആഭ്യന്തരമാകുന്ന സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ സിസ്റ്റത്തിൽ ഈ ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ആ പിഴവ് നികത്താനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ആഭ്യന്തര കുറ്റവാളിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന തന്തയ്ക്ക് പിറക്കാഴിക ചെയ്ത ഈ കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദചാമി ഒരു സെല്ലിൽ മാറ്റി അടച്ചിരുന്നു എന്ന് പറയുന്നു. ആ സെല്ല് കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിക്കൂട് പോലെ ഇരിക്കും. ഞാൻ ആ സൈഡിൽ വീഡിയോ പ്ലേ ചെയ്യാം. ആ ഒരു പട്ടിക്കൂട് പോലെ അതിന് സമാനമായിട്ടൊരു കൂടാണ്. അപ്പോൾ ഇവനെ ഈ ഗോവിന്ദചാമി അടച്ചിട്ടതിന് ശേഷം ഗോവിന്ദചാമിക്ക് നിങ്ങൾ വെറുതെ ഫുഡ് ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് ആ ഡോറിൻ്റെ ഇടയിൽ കൂടി തള്ളി കൊടുക്കുകയായിരുന്നോ പോലീസുകാരെ ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയും നാൾ ഗോവിന്ദചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, സ്റ്റേഷനകത്ത് നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള ട്രീറ്റ് അല്ല. ഇവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവന് വേണ്ടിയിട്ട് അവൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന വെറും ഭിക്ഷക്കാരനായിരുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്നവൻ പിൽക്കാലത്ത് കോടീശ്വരനായി. പിന്നെ ഈ പറയുന്ന സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നതിന് ശേഷം നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിരിക്കുകയാണ് ശിക്ഷ സ്വീകരിക്കാൻ. പക്ഷേ അവൻ അവിടെ അനുഭവിച്ചതല്ല എന്താണ്? അവിടെ സുഖവാസ കേന്ദ്രത്തിൽ പോയതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ അവൻ അനുഭവിച്ചത്. ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിക്കൊപ്പം നിൽക്കുന്ന എല്ലാ മന്ത്രിമാരും വെറും വാഴകളാണെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാവുമ്പോഴും ആഭ്യന്തരമന്ത്രിയുടെ ആളുകളോ ഇതിനെ അനുകൂലിക്കുന്നുമില്ല, എന്നാൽ ഇതിനെ പ്രതികൂലിക്കുന്നുമില്ല. രണ്ടിനും ഇടയിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികൂലിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കത്തില്ല. അവർ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് വിമർശനങ്ങൾ നടത്താറുണ്ട്. അത് ഈ പറയുന്ന കോൺഗ്രസിനെ BJP ഒക്കെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ അവിടെ നടന്ന അഴിമതിയോ അല്ലെ ക്രമക്കേടിനെ പറ്റിയോ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അപ്പോൾ ബബ്ബ അടിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ ചർച്ചയുമായിട്ട് പോകും. ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ആഭ്യന്തരമന്ത്രി നമ്മുടെ ശ്രീ പിണറായി സഖാവ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കമാന്നൊരു അക്ഷരം പുറത്തു വന്നിട്ടില്ല. ഇനി അദ്ദേഹം തന്നെ പറയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഈ തലമൂത്തപ്പന്മാരെന്തെങ്കിലും പറഞ്ഞാലും മതി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വഴിവിട്ട ബന്ധങ്ങളും കുറ്റവാളികളാണ് ജയിലിനെ നയിക്കുന്നതും എന്നെല്ലാം നമ്മൾ പല ന്യൂസുകളിലും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ജയിലായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ. നമുക്കറിയാം ഈ ജില്ലാ ജയിലിലൊന്നും പിടിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ വിയ്യൂരിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വിയ്യൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന റിപ്പർ ജയാനന്ദനും ചെന്താമരയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗോവിന്ദനണ്ണൻ അതായത് ഗോവിന്ദചാമിയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഇനി ഒരുമിച്ച് ഒരു വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ഈ ജയിലിലുള്ള പോലീസുകാർക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ചിലപ്പോൾ രക്ഷപ്പെടാം. ഇപ്പോഴാണ് ഈ പറയുന്ന CCTV വിഷ്വൽസ് വരുന്നത്, പുറത്തേക്ക് എഴിഞ്ഞു വരുന്നതും പിന്നീട് അതിനുശേഷം ഓടി രക്ഷപ്പെടുന്നതായിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ പുറത്തു വിട്ടത്? മാധ്യമങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നപ്പോൾ, നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവർ ചെയ്തൊരു കാര്യമാണ് ഈ CCTV വിഷ്വൽസ് പുറത്തു വിടുക എന്നുള്ളത്. അപ്പോൾ ഈ CCTV കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ റൂമിൽ ഉള്ള ആളുകൾ അപ്പോഴും ഉറക്കമായിരുന്നു അല്ലേ. കൺട്രോൾ റൂമിലുള്ള ആളുകൾ ഉറക്കമായിരുന്നു, അതേപോലെ പാറാവ് നിൽക്കുന്ന ആളുകൾ ഉറക്കമായിരുന്നു, പുറത്ത് പാറാവ് നിൽക്കുന്ന ആളുകൾ ഉറക്കമായിരുന്നു. ആ ഒരു ജയിലിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ആ ഒരു മതിൽ, സാധാരണ ജില്ലാ ജയിലാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മതിലിൻ്റെ ഉയരം കണ്ടിട്ടുണ്ട്, അതിന് മുകളിലുള്ള കമ്പിവേലികളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലും പ്രയാസം ചാടി കടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ചാടാൻ ഉപയോഗിച്ച ആ മുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബെഡ്ഷീറ്റ് അത് ഏത് കമ്പനിയുടെയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, സർക്കാരെ നിങ്ങൾ അത് പറയാനുള്ള ആ കമ്പനിക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഡയറ്റ് പ്ലാനിനെ പറ്റി പല ആളുകളും ചോദിക്കുന്നുണ്ട്. ആ ഒരു ഡയറ്റ് പ്ലാൻ എന്താണെന്നുകൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഒരു സ്വീകാര്യത കിട്ടും. നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതേ ഉള്ളൂ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യാനും ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കഴിവുമില്ല എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് എന്തെങ്കിലും വില നിങ്ങൾ നൽകുന്നുണ്ടോ? പുല്ല് വിലയാണല്ലേ നൽകുന്നത്. വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് നമ്മുടെ പല്ലിടെ നമ്മൾ തന്നെ കുത്തി മണപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നാഥനില്ല കളരി, നാഥനുണ്ട്, പക്ഷേ പ്രതിഷ്ഠ ഉണ്ടെന്നേ ഉള്ളൂ. പ്രതിഷ്ഠയിൽ നിന്ന് അധികം കിരണങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ ഐശ്വര്യ ബിംബങ്ങളോ ഒന്നും ആർക്കും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? നാഥൻ നിദ്രയിലാണ്. വേനൽ നിദ്ര കഴിഞ്ഞു, ഇപ്പം മഴക്കാല നിദ്രയിലാണ്. അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന ഊരിപ്പിടിച്ച
പിടിച്ച വാളിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോയതിൻ്റെ ക്ഷീണമായിരിക്കും ഇപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പറയുന്ന സുഖവാസ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ വിഷയങ്ങളിൽ പി അൻവറിൻ്റെ പ്രസ്താവനകൾ നമ്മൾ ഇന്ന് കണ്ടതാണ്. അദ്ദേഹം വന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഉരുക്ക് കമ്പി എങ്ങനെയാണോ മുറിക്കാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ ഉപ്പിട്ടാലും എങ്ങനെയാണ് നീണ്ട മാസങ്ങളുടെ പ്രയത്നങ്ങൾക്കൊടുവിലാണ് അവന് ഈ രക്ഷപ്പെടാനായിട്ട് സാധിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിന് മാത്രം ഉപ്പ് ഇവൻ എവിടുന്ന് കിട്ടി? ആഹാരം കഞ്ഞി കുടിക്കാൻ കൊടുക്കുന്നുള്ള ഉപ്പാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഉപ്പ് അവനെടുത്ത് മാറ്റി വെച്ചു എന്ന് പറയാം. എന്നും ഇവന് കഞ്ഞി തന്നെയായിരുന്നു. ഇതിന് മാത്രം കമ്പി ഇങ്ങനെ തുരുമ്പിക്കാൻ പാകത്തിന് ഉപ്പ് കിട്ടാനായിട്ട്, അത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് വന്ന് കിടക്കുന്നതാണ്. പോലീസുകാർ അങ്ങനെ കണ്ടിട്ട് അവന് കൊടുത്താണ്. ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. ഞാൻ കമന്റിലൊക്കെ കണ്ടൊരു കാര്യമാണ്, ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ആളൂരിൻ്റെ ഈ പറയുന്ന നമുക്ക് കർക്കിടകവായിരുന്നല്ലോ. അപ്പോൾ ആളൂരിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ബലിയിടാൻ പോയത്. അവസാനം അവൻ ആ കിണറ്റി ചാടി. വേറെ ഞാൻ കണ്ടൊരു കോമഡി ഉള്ളൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, ഇത്രയും അതിസാഹസ്യമായിട്ട് ജയിലിൽ ചാടിയിട്ടും മണ്ടം പോയി കിണറ്റി തന്നെ ചാടിയല്ലോ എന്നുള്ളതാണ് അവർ കണ്ടൊരു കമന്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മളൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ തള്ളിക്കളയുന്നൊരു വിഷയമാണെങ്കിലും ഇത് ഏറ്റവും ഗുരുതരമേറിയ ഒരു വീഴ്ച തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ അവരതിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരതിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. ഇനിയും നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും സാക്ഷി പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേസിൽ ഈ പറയുന്ന പ്രതികളെ പെടുത്തിയിട്ടുണ്ടെങ്കിലോ ഇവരൊക്കെ ഇനി നാളെ വേണമെങ്കിൽ ഇതുപോലെ ജയിലിൽ ചാടി വരാം. ഒറ്റ കയ്യൻ മാത്രമായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് ചാടാമെങ്കിൽ രണ്ട് കൈയും രണ്ട് കാലും ഉള്ളവന് നിഷ്പ്രയാസം ചാടാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ നേരെ വിയൂരിലേക്ക് ഉണ്ട്. അവിടെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അവിടെ വലിയ ഒരു എന്താ പറയുക ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ അവനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യും, അവനെ ഏറ്റവും കടുകട്ടിയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂസ് കണ്ടു. എന്ത് കടുകട്ടിയാണ്? കണ്ണൂരിൽ കൊണ്ടുപോയപ്പോൾ അവനെ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ ഇനി വിയൂരിൽ കൊണ്ടുപോയാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവാം. കാരണം ഇവൻ പാർട്ടിക്ക് വേണ്ട അടുത്ത ആൾ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും SFIയുടെ ചുണക്കുട്ടികളൊന്നും മിണ്ടുന്നില്ല, എന്തേ മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ട് വിനു ജോൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ അവതാരകൻ വന്നിട്ട് ശക്തമായിട്ടുള്ളൊരു മറുപടി പറയുന്നുണ്ട്. അതായത് പണ്ട് വയനാട്ടിലെ MP ആയിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ പറയുന്ന SFIയുടെ കുട്ടി സഖാക്കന്മാരെല്ലാം കൂടി ചെന്നിട്ട് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന MP മോശം പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഓഫീസിൽ ഒരു വാഴ വെച്ചൊരു കാര്യത്തെപ്പറ്റി വിനു ജോൺ പറയുന്നുണ്ട്. അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് അൻവറിന് എന്താണ് പറയാനുള്ളത് കേട്ട് നോക്കാം. ഒരു ദൃശ്യം കൂടി കണ്ടുകൊണ്ട് അവസാനിപ്പിക്കാം. നേരത്തെ നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട് MP ആയിരിക്കുന്ന സമയത്ത് SFIക്കാർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നടത്തിയ ഒരു പ്രതിഷേധമാണ്. അന്ന് രാഹുൽ ഗാന്ധിയുടെ കസേരയിൽ ഇവർ ഒരു വാഴ വെച്ചു. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു വലിയ കുറ്റകൃത്യത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു പ്രതിയെ ജയിൽ ചാടാൻ അനുവദിച്ച സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ജയിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ കൂടി ഇങ്ങനെ ഒരു വാഴ വെക്കാൻ SFIക്കാർ തയ്യാറാവണം. മിനിസാറെ അവരെങ്ങനെയാണ് ഈ കാര്യം ചെയ്യുക? കാരണം അവർക്ക് അന്നം കൊടുക്കുന്ന ആളുകൾ തന്നെയല്ലേ ആഭ്യന്തരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെന്ന് പറഞ്ഞാൽ ഈ കുട്ടി സഖാക്കൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പണം കൊടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്ന ആളുകളാണ്. ജയ് വിളിക്കാൻ പറയുമ്പോൾ ജയ് വിളിക്കാനും, മുദ്രാവാക്യം വിളിക്കാൻ പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കാനും, പോസ്റ്റർ ഒട്ടിക്കാൻ പറയുമ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനും, ഇവരുടെയൊക്കെ പാത്രം അടിവസ്ത്രമൊക്കെ കഴുകാൻ പറയുമ്പോൾ അത് കഴുകാനും ഒക്കെ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കുമല്ലോ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കോമഡിയുള്ളൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഒരു വാഴ മതിയെന്ന് അടിമ പൊട്ടന്മാരും വിചാരിച്ചു കാണും. അതിൽ സംഘിക്കുട്ടന്മാരുടെയൊക്കെ മെഴുകളുണ്ട് കമന്റിന് റിപ്ലൈ ആയിട്ട് വലിയ വിമർശനമൊക്കെ ആയിട്ട്. അപ്പോൾ വേറൊരു കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, ഈ വിനു വി ജോൺ തന്നെ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നതാണ്, ഈ സെയിം ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നം മുഖ്യന്റെ വകുപ്പിൽ തന്നെ മുഖ്യമായി ഉണ്ടോ എന്ന് വിനു ജോൺ. ഇവിടെ ഒരു സിസ്റ്റം തന്നെ ഇല്ലെന്ന് ടി അസഫ് അലി. അപ്പോൾ അതെന്താണ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ തടവ് ചാടുമ്പോഴാണ് പ്രധാനപ്പെട്ട ജയിലുകളിൽ, സെൻട്രൽ ജയിലുകളിൽ വൈദ്യുതി വേലി പ്രവർത്തിക്കുന്നില്ലെന്ന്, CCTVകൾ കാര്യക്ഷമമല്ലെന്ന്, അവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം ശക്തമല്ലെന്ന്, അവിടുത്തെ തടവുകാർ ഇടയ്ക്കിടെ അവരെ സ്ഥലം മാറ്റിയില്ലെങ്കിൽ ഈ ജയിൽ കീഴടക്കും എന്ന് അറിയുന്നതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി കേരള സമൂഹത്തിന് സംഭാവന ചെയ്ത ആ സിസ്റ്റത്തിന്റെ പ്രശ്നം എല്ലായിടത്തുമുണ്ട്. മുഖ്യന്റെ വകുപ്പിൽ തന്നെ അത് മുഖ്യമായുമുണ്ട്.
സിസ്റ്റം ഫെയിലിയർ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ ഒരു സിസ്റ്റമേ ഇല്ല. സിസ്റ്റം ഇല്ലാത്ത കാര്യം ഏറ്റവും ഈ സിസ്റ്റം എല്ലാം താറുമാറായിരിക്കുകയാണ് എന്ന് നന്നായി അറിയുന്ന ഒരാൾ ജയിൽ മേധാവിയും മുഖ്യമന്ത്രിയുമാണ്. അവർ ഇതുവരെ ഇത് അറിയാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ പിന്നെ മന്ത്രി ബിനു പറഞ്ഞതുപോലെ ഈ മന്ത്രി എന്ന മനുഷ്യന് വല്ല ഉത്തരവാദിത്വമുണ്ടോ? ജയിൽ മന്ത്രി ജയിലിൽ നടക്കുന്ന സംഗതികൾ അറിയില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈദ്യുതി മന്ത്രി തേവലക്കരയിലെ വീഴ്ചയെ കുറിച്ച് പറഞ്ഞപ്പോ രാവിലെ നമസ്തേ കേരളത്തിൽ PG സുരേഷ് കുമാറിനോട് വാഴകളെ കുറിച്ച് പറഞ്ഞു. 18 അടി വരെ ഉയരത്തിൽ വരുന്ന വാഴകൾ. അത്തരം വാഴകൾ മതിയല്ലോ ഈ സ്ഥാനങ്ങളിൽ. കണ്ടില്ലേ, അദ്ദേഹം നല്ല വ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വിനു ജോൺ എന്ന് പറയുന്ന ഒരു അവതാരകൻ, നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്ന, എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അത് വേണ്ട രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് പറയുന്ന ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച ആയതുകൊണ്ട് തന്നെയും ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രസ്താവനകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇനി ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെ പിരിച്ചിട്ടു. നമുക്കറിയാം തേവലക്കരയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ആ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ചപ്പോൾ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെ സ്കൂളിലുള്ള അധ്യാപകരെയും പിരിച്ചുവിട്ടു. അവരുടെ ജോലിയിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്തു അല്ലേ? എന്തിൻ്റെ പേരിൽ? KSEBക്കാർ ചെയ്തു കൊടുക്കാത്തതിൻ്റെയും അതേപോലെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥയും കാരണം, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുള്ള അനാസ്ഥയും കാരണം ആ 2 പേരെന്ത് പഴിച്ചു? ആ കുഞ്ഞതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഷോക്കേറ്റ് കമ്പിയിൽ വീണ് മരിച്ചത് ഈ അധ്യാപകർ അറിഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ടാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ KSEBയുടെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് അനാസ്ഥയല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് അനാസ്ഥ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതോ പാവപ്പെട്ട 2 പേരുടെ ജോലി കളഞ്ഞിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുൻപിൽ കണ്ണിൽ പൊടി വാരിയിടാനായിട്ട് ചെയ്യുന്ന ഒരു പോരാട്ട നാടകമാണെന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം 24 ന്യൂസിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്ത്, അവൻ അവിടെ നിന്ന് ചാടുന്നതും അതേപോലെ തന്നെ അവന്റെ ആ സെല്ലിൽ കമ്പി ഉപ്പിട്ട് ദ്രവിപ്പിച്ചതിന്റെ ഒക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അത് മുറിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ അവിടെ പാറാവ് നടന്നിരുന്ന പോലീസുകാർ എന്തോ മൂഞ്ചാൻ അവിടെ പാറാവ് നടന്നിരുന്നത്. അവർക്കിത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ടാണ് ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ സെല്ലിന് മുകളിൽ കൂടി അല്ല സെല്ലിന് മുന്നിൽ കൂടി നടന്നത്. പിന്നെ എന്ത് കാണിക്കാനാണ്? പാറാവുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടങ്ങളിലേക്കും അവരുടെ കണ്ണെത്തണം അല്ലേ? ഗോവിന്ദചാമി കിടക്കുന്നിടത്തോ ഗോവിന്ദചാമിയുടെ സെല്ലിന്റെ കമ്പികൾക്കിടയിലോ മാത്രം അവരുടെ കണ്ണെത്തിയില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഉറങ്ങുന്നവരെ നമുക്ക് എണീപ്പിക്കാൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ എങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും? കാരണം അവർ ഉറങ്ങുകയല്ല, അഭിനയിക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ പോലീസുകാർ അവിടെ അഭിനയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരാരും അറിഞ്ഞിട്ടുമില്ല. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തുണ്ട്. 2 ഇരുമ്പ് കമ്പികൾ, ഇതാണ് ആ സെല്ലിന്റെ ചിത്രം. 2 ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടാനായി പുറത്തിറങ്ങിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അരുൺ, ഇതെങ്ങനെ മുറിച്ചു? ഇതെങ്ങനെയാണത് സാധ്യമായത്? എത്ര നാൾ കൊണ്ട് മുറിച്ചു? തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അപ്പോ ഈ നൂല് കെട്ടിയിരിക്കുന്നത് ഇത് മുറിച്ചത് കാണാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ, ഹാഷ്മി, ഈ സെല്ലിന്റെ ചിത്രം ഒരു സുരക്ഷാ വീഴ്ചയുടെ അത് സൂചിപ്പിക്കുന്ന കൃത്യമായ ചിത്രം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട കാര്യം 2 ഇരുമ്പ് താഴുകൾ മുറിച്ചാണ്, ഇരുമ്പ് കമ്പികൾ മുറിച്ചാണ് ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങിയത്. അതിനേറെ സമയമെടുത്തു. അത് നമുക്കറിയാം, കുറെ നാളുകളായി, മാസങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനുശേഷം ഈ ആയുധം, ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ആയുധം മുറിച്ചു കൂട്ടി അത് ഉപയോഗിച്ചുകൊണ്ട് പതിയെയാണ് ഇത് മുറിച്ചു മാറ്റിയത്. അതിനിടയിൽ ഇത് ജയിൽ ഉദ്യോഗസ്ഥർ, ജയിൽ സുരക്ഷാ ജീവനക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടി നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ 2 താഴും നൂല് കൊണ്ട് കെട്ടിവെച്ചു, അത് മറച്ചു വെച്ചു. അങ്ങനെയാണ് ഇതിന്റെ എന്തിനാണ് താഴെ നൂല് കെട്ടിയിരിക്കുന്നത് സംശയം ഉണ്ടാവില്ലേ? ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു അസ്വാഭാവികമായി നൂലോ ഇങ്ങനെ തോരണം പോലെ തൂക്കിയിട്ടാണ്ടല്ലോ. എന്തിനാണ് ഇവിടെ തോരണം തൂക്കൽ എന്ന് തോന്നൂലേ പോലീസുകാർക്ക്? അത് ജയിൽ വാർഡൻ ചോദിച്ചിരുന്നു. അതിൽ ഗോവിന്ദചാമി നൽകിയിട്ടുള്ള മറുപടി, ഈ സെല്ലിലേക്ക് എലി കയറുന്നുണ്ട്, അതുകൊണ്ട് ഈ നൂല് കൊണ്ട് ഈ താഴ്ഭാഗം കെട്ടിവെച്ചതാണ് എന്നതായിരുന്നു ഗോവിന്ദചാമി നൽകിയിട്ടുള്ള മറുപടി എന്നതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. അത് കൊള്ളാം. അതായത് ജയിലിലേക്ക് അവൻ കിടക്കുന്ന സെല്ലിലേക്ക് എലി കയറുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവനത് കെട്ടിവെച്ചത്. ഇനി മിക്കവാറും എലിയുടെയും സഹായം എടുത്തിട്ടുണ്ടാവും ഈ പറയുന്ന കമ്പി അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് എലിയെ പിടിക്കാൻ പോകുന്ന ഒരു രീതിയിലുള്ള പ്രസ്താവനകളോ അല്ലെ എലിയെ പിടിക്കാൻ പോകുന്ന ഒരു സർക്കാരിനെ നമുക്ക് വേണേൽ കാണാം, അല്ലെ പോലീസുകാരെ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ CBI ഒക്കെ വേണമെങ്കിൽ വെക്കാം, ഏത് എലിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പണ്ടൊരു കാര്യം പറയുകയുണ്ടായി, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, കാരണം ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ എവിടെയാണ് വീണ ജോർജ് മന്ത്രി? അതേപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന DYFI എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ അനുഭാവികളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എവിടെയാണ്? ഈ കപ്പൽ ഏത് വെള്ളത്തിൽ കൂടിയാണ് പോകുന്നത്? വെള്ളത്തിൽ കൂടിയാണോ കരയിൽ കൂടിയാണോ പോകുന്നത്? അതോ ഇനി പറയുന്ന ഏതെങ്കിലും ടൈം ട്രാവലിലാണോ?
ഈ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയാതെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അമേരിക്കയിലും ചെന്നൈയിലും ഒക്കെ പോയി ചികിത്സയും നടത്തി സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുകയാണോ നമ്മുടെ മുഖ്യമന്ത്രി? അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറുകയാണോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി? എല്ലാ കാര്യങ്ങളിലും വ്യക്തവും സ്ഫുടവുമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന, കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന, എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയും നമ്മുടെ ഒരു പാർട്ടിയും ഇപ്പോൾ ഏത് രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിനോ, ജനങ്ങളുടെ ഐശ്വര്യത്തിനോ, ജനങ്ങളുടെ ഈ പറയുന്ന സ്വൈര്യ ജീവിതത്തിനോ എന്തെങ്കിലും പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഗുണ്ടകളെ വളർത്തുക, അതേപോലെ മുക്കിന് ബിവറേജസ് തുറന്നിടുക, അതിൽ കൂടി ലഹരി ഉപയോഗിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക, ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ മാത്രമാണല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര വലിയ നല്ല കാര്യങ്ങളാണല്ലേ? LDF വരും, എല്ലാം ശരിയാകും. LDF വന്നു, എല്ലാം ശരിയായി. ആർക്കാണ് ശരിയായത്? പ്രത്യേകിച്ച് ഗുണ്ടകൾക്കും തന്തയില്ലായ്മകൾ കാണിക്കുന്നവർക്കും എല്ലാം ശരിയായി. അതേസമയം സാധാരണക്കാർക്കും ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അവരുടെയൊക്കെ വയറ്റത്തടിക്കുന്ന രീതിയിലുള്ള പരിപാടികളും ചെയ്തുകൊണ്ടും വേണ്ട രീതിയിൽ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ LDFനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ ഞാൻ പൂർണ്ണമായിട്ടും കുറ്റം പറയുന്നില്ല. പക്ഷേ വന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലാണ് ഇവിടെ ആഭ്യന്തരം എന്ന് പറയുന്നത് വൻ തോൽവിയായിട്ട് പോകുന്നത്. കേരളത്തിലുള്ള ഓരോ സാധാരണ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. അവരോരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത്. എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് സംരക്ഷണമാണ് നൽകുന്നത്? ഇത്തരം കുറ്റവാളികൾ ഇനിയും ജയിൽ ചാടില്ല എന്ന് ഉറപ്പുണ്ടോ? ഇനിയും കുറ്റവാളികൾ ജയിൽ ചാടിയാൽ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്ന നാട്ടുകാരുണ്ടാവുമോ? അല്ലെങ്കിൽ ഈ നാട്ടുകാർ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ പ്രതികൾ വന്ന് നമ്മളെയും കൊല്ലുമോ എന്നുള്ളൊരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എല്ലാ കാര്യങ്ങളിലും നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും കുറ്റവാളികളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നമ്പർ 1 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെയൊക്കെ വെള്ളപൂശാൻ സാധിക്കുക എന്ന് ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു വിഷമം, അല്ലെങ്കിൽ വല്ലാത്തൊരു പുച്ഛം. കഷ്ടമാണ് കേട്ടോ.